അപ്പോൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഒന്ന്, ഈ റൗണ്ട് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ, എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് എവിടെ വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഫ്ലെക്സിബിൾ പ്രൊഫൈലാണ് ഞാൻ അതിലടിക്കണത്. അപ്പോൾ അതിലേ നമ്മൾ DC വയറെ കൊണ്ട് നിർത്തിയത് എല്ലാവരും കാണുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ പ്രൊഫൈൽ റിങ്ങിലടിക്കുമ്പോൾ അതിൻ്റെ ഒരു ജോയിൻറ്റ് വരും. ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് എത്ര പെർഫെക്ഷനിൽ ചെയ്താലും അവിടെ വര പോലെ കാണും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ആദ്യം DC ഇട്ടത്, അത് നമ്മൾ വെട്ടി കട്ട് ചെയ്തിട്ട് അപ്പുറ സൈഡിൽ കൊണ്ടുപോയി. അവിടെ ആകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ കാണിച്ചല്ലോ, ആ ഒരു നമുക്ക് കാഴ്ചയിൽ പെടില്ല ആരും. അതാണ് ഒരു മണ്ടത്തരം. നമ്മൾ ഒരു കാര്യം നമ്മൾ കുറേ വട്ടം ചെയ്യുമ്പോൾ നമുക്കതിൽ തെറ്റുപറ്റില്ല. നമുക്കത് കണ്ടമാനം ചെയ്ത് പരിചയമില്ല ഫ്ലെക്സിബിൾ പ്രൊഫൈൽ. അപ്പോൾ അതിന് പറ്റിയൊരു മിസ്സിങ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് എൻ്റെ ഒരു മണ്ടത്തരമായിട്ട് തന്നെ ഞാനത് നിങ്ങളോട് പറയണ കേട്ടോ. പിന്നെ നമ്മുടെ ഈ DC വയറല്ല, നമ്മൾ ഈ ഡ്രൈവ് ഉണ്ടല്ലോ, ഡ്രൈവ് വയ്ക്കുന്നതാണ് പലരും ചോദിക്കാറുള്ളത്. ഈ ഡ്രൈവ് വയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ആ ഒരു ഗ്യാപ്പിലാണ്. അത് നമ്മൾ വാർക്കയിൽ പ്ലാൻ ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് എത്തിയിട്ടുള്ളത്. അതൊരാളും കാണാത്ത ഭാഗമാണ്, മഴ നനയാത്തൊരു ഭാഗമാണ്. ഇതേപോലെ നമ്മൾ ചെയ്യണ എല്ലായിടത്തും ഓരോ ഭാഗങ്ങളുണ്ടാവും. ഒന്നല്ലെങ്കിൽ നമുക്ക് സിൻഡെക്സ് ബോക്സ് വയ്ക്കാം, അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെട്ടിപ്പൊളിച്ച് കൺസീൽഡ് വയ്ക്കുക. എപ്പോഴും പണിയുമ്പോൾ മെയിൻ്റെനൻസിൻ്റെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിൽ വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രൊഫൈലും കാര്യങ്ങളും ചെയ്യണതിന്. പിന്നെ അതേപോലെ കറക്റ്റായിട്ട് DC വയറൊക്കെ കൊണ്ട് നിർത്താം. ഓക്കെ.